ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Xiaomi 11 Lite 5G NE എന്ന് പറഞ്ഞ മൊബൈലിന്റെ വിശേഷങ്ങളാണ്. വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. Xiaomi 11 Lite 5G അവരുടെ ആ ഒരു മൊബൈലിന് ഫെദർ വെയ്റ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു മൊബൈലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 158 ഗ്രാമും ആ ഒരു മൊബൈലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6.81 മില്ലിമീറ്ററും മാത്രമാണ്. വളരെ തിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലിം ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മൊബൈലാണ് Xiaomi 11 Lite 5G NE എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈലിന് നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിനി Xiaomi 11 Lite 5G NE എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈലിന്റെ റാം, സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളിലോട്ടൊക്കെ വരാം. നമ്മൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 3 വേരിയന്റുകളിലാണ്. ഒന്നാമത്തെ വേരിയന്റ് 6GB റാമും 120GB സ്റ്റോറേജും ആയിട്ടുള്ള വേരിയന്റ് ആണ്. അടുത്ത വേരിയന്റ് 8GB റാമും 120GB റോമും ആയിട്ടുള്ള വേരിയന്റ് ആണ്. ഇനി മൂന്നാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 8GB റാമും 256GB റോമും ആയിട്ടുള്ള വേരിയന്റ് ആണ്. ഈ 3 വേരിയന്റുകളിലാണ് നമ്മൾക്ക് Xiaomi 11 Lite 5G NE എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിന്റെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് 1 TB വരെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു മൊബൈലിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കാം 6.5 ഇഞ്ചിന്റെ FHD+ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ്. ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് 90 ഹെർട്സും ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത് 240 ഹെർട്സും ആണ്. ഇനി നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നെസിന്റെ ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് 800 നിറ്റ്സ് വരെ, അതായത് ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്, നമ്മൾക്ക് 800 നിറ്റ്സ് വരെ ലഭിക്കുന്നതാണ്. ഇത് നമ്മൾക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോടെയാണ് നമ്മൾക്ക് ഇത് വരുന്നത്. നമ്മൾക്ക് ഇനി ഈ ഒരു മൊബൈലിന്റെ ക്യാമറയുടെ ഭാഗത്തിലോട്ട് വരാം. ക്യാമറയുടെ ഭാഗത്തിലോട്ട് വരുമ്പോൾ പുറകിലത്തെ ക്യാമറയുടെ ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ 3 ക്യാമറയാണ് പുറകില് കൊടുത്തിരിക്കുന്നത്. ഒരു 64 MBയുടെ മെയിൻ ക്യാമറ, ഒരു 8 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, മൂന്നാമതായിട്ട് 5 MBയുടെ ടെലി മാക്രോ ക്യാമറ. ഇതിന്റെ ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ടൈംഡ് ബേസ്റ്റും AI സ്കൈസ്കേപ്പിംഗും ആണ് ഉള്ളത്. വീഡിയോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 1 ക്ലിക്ക് AI സിനിമ, 8 സിനിമാറ്റിക് വീഡിയോ ഫിൽറ്റേഴ്സും, അതേപോലെ തന്നെ ടൈം ലാപ്സ് വീഡിയോ. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 20 MBയുടെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഫീച്ചർ ആയിട്ട് നൈറ്റ് മോഡും AI ബ്യൂട്ടിയും ഉണ്ട്. ഇനി വീഡിയോ ഫീച്ചർ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് അവിടെ ടൈം ലാപ്സ് സെൽഫിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ പ്രോസസറിന്റെ ഭാഗത്തിലോട്ട് വരാം. പ്രോസസറിന്റെ ഭാഗത്തിലോട്ട് വരുമ്പോൾ ക്വാൾക്കത്തിന്റെ സ്നാപ്ഡ്രാഗൺ 778G എന്ന് പറഞ്ഞ നല്ലൊരു പ്രോസസർ തന്നെയാണ് ഇവര് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ് ടു 2.4 GHz വരെയാണ്. നമ്മൾക്ക് ഇനി ഈ ഒരു മൊബൈലിന്റെ ബാറ്ററിയുടെയും ചാർജിങ്ങിന്റെയും ഭാഗത്തിലോട്ട് വരാം. 4250 mAh മാത്രമാണ് ഇതിന്റെ ബാറ്ററി. ഇനി നമ്മൾക്ക് ഇതിന്റെ ചാർജിങ് പോർട്ട് ആയിട്ട് വരുന്നത് ടൈപ്പ് C ആണ്. ഇതിന് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ബോക്സിനകത്ത്, അതായത് നമ്മൾക്ക് ഈ ഒരു മൊബൈൽ വരുന്ന ബോക്സിനകത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾക്ക് ഇതിനകത്ത് വയർലെസ് ചാർജിങ് നടക്കുകയില്ല. അതായത് നമ്മളുടെ കേബിൾ ഒന്നും കണക്ട് ചെയ്യാതെ ചാർജ് ചെയ്യുന്ന സംവിധാനം അത് ഈ ഒരു മൊബൈലിനകത്ത് നടക്കത്തില്ല. നമ്മൾക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ
ആർക്ക് സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസറും അതേപോലെ തന്നെ AI ഫേസ് അൺലോക്കും നമ്മൾക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇനി ഈ ഒരു മൊബൈലിന്റെ നെറ്റ്വർക്ക് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തിലോട്ട് വരാം. ഈ ഒരു ഭാഗത്തിലോട്ട് വരുമ്പോൾ ഇത് 5G, 4G, 3G, 2G ഇവയെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇനി സിം സ്ലോട്ടിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതായത് സിം 1 പ്ലസ് സിം ഓർ മൈക്രോ SD. അതായത് ഒന്നാമത്തെ ഒരെണ്ണത്തിനകത്ത് നമുക്ക് സിം ഇടാം, രണ്ടാമത്തേനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിം ഇടാം, അല്ലെങ്കിൽ മൈക്രോ SD ഇടാം. ഇങ്ങനെയാണ് ഇതിന്റെ സിം സ്ലോട്ടിന്റെ കാര്യം വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് അല്ല, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. നമ്മൾക്കിനി ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് വരാം. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് MIUI 12.5 ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ, ഈ ഒരു മൊബൈലില് IR ബ്ലാസ്റ്റർ ഉണ്ട്. അതായത് നമ്മൾക്ക് ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ മൊബൈലിനെ ഒരു റിമോട്ട് ആക്കി മാറ്റാൻ സാധിക്കും. നമ്മൾക്ക് നമ്മളുടെ ടിവിയുടെ റിമോട്ട് ആക്കാം, നമ്മൾക്ക് നമ്മളുടെ AC, ഫാനും തുടങ്ങിയ സ്മാർട്ട് ഒബ്ജക്ട്സിന്റെ ഒക്കെ റിമോട്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ, അതായത് ഈ ഒരു മൊബൈലില് 3.5 mm ഹെഡ്സെറ്റ് ജാക്ക് കൊടുത്തിട്ടില്ല. അതായത് നമ്മളുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾക്ക് ഈ ഒരു ബോക്സിനകത്ത്, അതായത് നമ്മൾക്ക് നമ്മളുടെ മൊബൈൽ മേടിക്കുന്ന ഈ ഒരു ബോക്സിനകത്ത് Type-C to 3.5 mm ഹെഡ്ഫോൺ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു അഡാപ്റ്റർ എടുക്കാൻ മറന്നാല് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയാണ്, നമ്മൾ അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ അഡാപ്റ്റർ എടുക്കാൻ മറന്നാല് നമ്മൾക്ക് നമ്മളുടെ ഹെഡ്ഫോൺ ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ അവർ ആ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം. ഇനി നമ്മൾക്ക് ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഇതുവരെ അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ടൈമില് ഇതുവരെ ഇതിന്റെ പ്രൈസ് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 30,000-നും 42,000-നും ഇടയിലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസിങ് എത്രയാണെന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു മൊബൈലിന്റെ പ്രൈസിങ് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് add ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.